മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ് കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Gold and Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Gold and Diamonds, MG Road, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചേലക്കര മണ്ഡലം കോങ്ങാടുമായി വെച്ചുമാറാൻ കോൺഗ്രസും ലീഗും. അതൃപ്തിയിൽ കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വം. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ വെറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ കൊല്ലുമെന്ന് പറയുന്ന അസഹിഷ്ണുതയാണ് CPM-നെന്നും സതീശൻ. RSS-ഉം BJP-യും സൃഷ്ടിച്ച ഇരുട്ടിന്റെ ഒരു വലിയ കടൽ ഇന്ത്യയിലാകെ ആർത്തിരമ്പുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആ ഇരുട്ടിന്റെ മഹാസമുദ്രത്തിൽ വെളിച്ചത്തിന്റെ തുരുത്താണ് കേരളമെന്നും ബിനോയ് വിശ്വം. തൃശൂർ ജില്ലയിൽ 4000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. സംസ്ഥാനത്ത് കൂടുതൽ വനഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500-ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിനെത്തുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ റംസാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നു. അനിശ്ചിതകാല ശസ്ത്രക്രിയാ ബഹിഷ്കരണം ആരംഭിച്ച് ഡോക്ടർമാർ. അടിയന്തര ശസ്ത്രക്രിയകൾ മുടങ്ങില്ല. വാർത്തകൾ വിശദമായി. ചേലക്കര മണ്ഡലം കോങ്ങാടുമായി വെച്ചുമാറാൻ കോൺഗ്രസും ലീഗും. അതൃപ്തിയിൽ കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വം. തൃശൂർ ജില്ലയിലെ ചേലക്കര മണ്ഡലം ലീഗിന് വിട്ടു നൽകി പകരം കോങ്ങാട് മണ്ഡലം കോൺഗ്രസിന് എന്നതാണ് പുതിയ ധാരണ. പ്രതിപക്ഷ നേതാവ് VD സതീശനും ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും കഴിഞ്ഞ ദിവസം കുന്നംകുളത്ത് അടച്ചിട്ട മുറിയിൽ ചർച്ച നടത്തിയിരുന്നു. VK ശ്രീകണ്ഠന്റെ ഭാര്യ KA തുളസി കോങ്ങാട് മണ്ഡലത്തിൽ മത്സരിച്ചേക്കും. എന്നാൽ ചേലക്കരയിൽ ലീഗിന്റെ സ്ഥാനാർത്ഥി ആരാകുമെന്ന് ധാരണയായിട്ടില്ല. സംവരണ മണ്ഡലമായ ചേലക്കര ഏറ്റെടുക്കുന്നതിനോട് ജില്ലാ ലീഗ് നേതൃത്വത്തിന് താൽപര്യമില്ല. ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിലും പുതിയ തീരുമാനത്തിൽ അതൃപ്തിയുണ്ട്. നിലവിൽ ലീഗ് മത്സരിക്കുന്ന തൃശൂർ ജില്ലയിലെ ഏക മണ്ഡലം ഗുരുവായൂരാണ്. TCV തൃശൂർ. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ വെറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ കൊല്ലുമെന്ന് പറയുന്ന അസഹിഷ്ണുതയാണ് CPM-നെന്നും സതീശൻ. തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു VD സതീശൻ. പ്രൊഫസർ MN വിജയന്റെ മകനായ അനിൽകുമാറിന്റെ വീട്ടിൽ റീത്ത് വെച്ചത് കൊല്ലുമെന്ന് തന്നെയാണ് അർത്ഥം. ഇതിനെ മുഖ്യമന്ത്രി മറുപടി പറയണം. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ എതിർക്കുകയാണെന്ന് VD സതീശൻ പറഞ്ഞു. ഒരാളുടെ പുസ്തകം, ഒരാൾ പ്രകാശനം ചെയ്ത പുസ്തകം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ ആ അനിൽകുമാറിൻ്റെ വീടിന് മുന്നിൽ കൊണ്ടുപോയി റീത്ത് വയ്ക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങൾ കൊല്ലുമെന്നാണ് ഭീഷണി. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന, ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടിയാണത് ചെയ്തത്. UDF-ന്റെ വിദ്യാഭ്യാസ നയം വ്യക്തമാക്കുന്ന റിപ്പോർട്ട് VD സതീശൻ പ്രകാശനം ചെയ്തു. യൂണിവേഴ്സിറ്റികളിൽ സ്വയംഭരണവും അക്കാദമിക് നേതൃത്വവും ഉറപ്പാക്കും. കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമാറ്റം കൊണ്ടുവരും. കലാലയങ്ങളിലെ രാഷ്ട്രീയ അതിപ്രസരം അവസാനിപ്പിക്കും. പല ക്യാമ്പസുകളിലും ഇടിമുറികളുണ്ടെന്ന് VD സതീശൻ പറഞ്ഞു. ക്യാമ്പസുകളിലൊക്കെ വലിയ സംഘർഷമല്ലേ, എന്തൊരു ഇൻസെക്യൂരിറ്റിയാണ് കുട്ടികൾക്ക്. പല ക്യാമ്പസിലും കുട്ടികൾ പോകുന്നില്ല, ഭയങ്കര ഇൻസെക്യൂരിറ്റി അല്ലേ, എല്ലായിടത്തും ഇടിമുറികളും പ്രശ്നങ്ങളും. അതെല്ലാം കൺട്രോൾ ചെയ്യും, ഉറപ്പായിട്ട് കൺട്രോൾ ചെയ്യും. CPM-ലെ സൈബർ ഗ്രൂപ്പിലെ പൊട്ടിത്തെറിയുടെ ഭാഗമായി അവരെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ സതീശൻ തന്റെ PR വർക്ക് ചെയ്യുന്നത് അവരാണെന്ന് പരിഹസിച്ചു. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, നേതാക്കളായ CP ജോൺ, ബെന്നി ബെഹനാൻ MP, TV ചന്ദ്രമോഹൻ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. TCV തൃശൂർ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ പുതുയുഗ യാത്രയുടെ ഭാഗമായി സമൂഹത്തിലെ വിവിധ മേഖലകളിലുള്ളവരുമായി ചർച്ച നടത്തി. തൃശൂരിൽ നടന്ന പരിപാടികളിൽ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന നിരവധി പേർ ചർച്ചയിൽ പങ്കെടുത്തു.
10 വർഷത്തെ ദുർഭരണത്തിന് അന്ത്യം കുറിച്ച് പുതുയുഗ പിറവിയാണ് കേരളം കാത്തിരിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കേരളം മതേതരമാണെന്ന് അഭിമാനത്തോടെ പറയാവുന്ന തെരഞ്ഞെടുപ്പ് ഫലമാണ് വരാനിരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. പുതുയുഗ യാത്രയ്ക്ക് പുതുക്കാട് നൽകിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. ഫ്രാൻസിസ് ജോർജ് MP പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ KL ജോസ് അധ്യക്ഷത വഹിച്ചു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്, MP മാരായ VK ശ്രീകണ്ഠൻ, ബെന്നി ബെഹനാൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, സനീഷ് കുമാർ ജോസഫ് MLA, BRM ഷഫീർ, ജോസ് വള്ളൂർ തുടങ്ങിയവർ സംസാരിച്ചു. വി.ഡി. സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പുതുക്കാട് നൽകിയ സ്വീകരണത്തിൽ 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. RSSും BJPയും സൃഷ്ടിച്ച ഇരുട്ടിന്റെ ഒരു വലിയ കടൽ ഇന്ത്യയിലാകെ ആർത്തിരമ്പുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആ ഇരുട്ടിന്റെ മഹാസമുദ്രത്തിൽ വെളിച്ചത്തിന്റെ തുരുത്താണ് കേരളമെന്നും അദ്ദേഹം പറഞ്ഞു. സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് കൗൺസിൽ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് നടന്ന പ്രതിനിധി സമ്മേളനം തൃശൂർ ടൗൺഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ജമ്മു കാശ്മീർ മുൻ മുഖ്യമന്ത്രി ഫറൂഖ് അബ്ദുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞത് രാജ്യത്തിന്റെ വടക്കുഭാഗം മുഴുവൻ വ്യാപിച്ച ഭയമെന്ന ഇരുട്ടിനെക്കുറിച്ചാണ്. രാജ്യത്തിന്റെ തെക്കേ അറ്റത്ത് ജനങ്ങൾ ഭയമില്ലാതെ ജീവിക്കുന്നുവെന്ന ഫറൂഖ് അബ്ദുള്ളയുടെ നിരീക്ഷണം അർത്ഥവത്താണെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് സർമാർ കൂടുന്നുവെന്നത് അനാവശ്യ പ്രവണതയാണെന്നും ബിനോയ് വിശ്വം ചൂണ്ടിക്കാട്ടി. ചെങ്കൊടി പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഉണ്ടാകേണ്ടത് അടിമ ഉടമ സംസ്കാരമല്ലെന്നും ബിനോയ് വിശ്വം ഓർമ്മിപ്പിച്ചു. മന്ത്രി K. രാജൻ, സ്റ്റേറ്റ് സർവീസ് പെൻഷൻ കൗൺസിൽ സംസ്ഥാന പ്രസിഡന്റ് സുകേശൻ ചുള്ളിക്കാട്, സംസ്ഥാന സെക്രട്ടറിമാരായ MM മേരി, യൂസഫ് കോറോത്ത്, ജനറൽ കൺവീനർ PT സണ്ണി തുടങ്ങിയവർ സംസാരിച്ചു. അല്ലാതെ ശിവാനന്ദൻ ഇപ്പോൾ പാർട്ടി സെക്രട്ടറിയായി, അതുവരെ ശിവാനന്ദ എന്ന് വിളിച്ചവർ, സാഹിബ് എന്ന് വിളിച്ചവർ ജില്ലാ സെക്രട്ടറിയായി. അപ്പോൾ പിന്നെ സാറെന്ന് വിളിക്കാൻ പറ്റൂ, സഖാവെന്ന് വിളിക്കാൻ പാടില്ല. സഖാവെന്ന് വിളിച്ചാൽ നേതാവിനെ പിടിച്ചില്ലെങ്കിലോ. അതുകൊണ്ട് ഒരുപാട് സാറന്മാരുണ്ടാകുന്നുണ്ട്. ഞാൻ വളരെ കർശനമായി പറയുകയാണ്, അത് വേണ്ട. പാർട്ടിക്കകത്ത് മാത്രമല്ല, ചെങ്കൊടി പിടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്കെല്ലാം ഒരു പുത്തൻ സംസ്കാരം വേണം. ആ സംസ്കാരം അടിമ ഉടമ സംസ്കാരമല്ല, ആകാൻ പാടില്ല. ഞാനീ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് ഉറപ്പാണ് കുറച്ച് പേർക്ക് പിടിക്കുന്നില്ലായിരിക്കും. കുറേ പേര് പറയും ഞാൻ പോയി കഴിഞ്ഞിട്ട് ഇയാൾ എന്തൊക്കെയാണ് പറയണം, വല്ല കാര്യമുണ്ടോ, എന്ത് നല്ല പേരാ സാറെന്ന പേര്. നേതാവിനെ കാണുമ്പോൾ ഓടിച്ചെല്ലുക, സാറെന്ന് വിളിക്കുക, താണു വണങ്ങുക, പട്ടിയൊക്കെ പിടിക്കുക. ഇപ്പം ഞാൻ ചോദിച്ചാൽ എൻ്റെ ബാഗ് കൊടുക്കാറുണ്ട് കേട്ടോ, ഈ അടുത്ത കാലത്തായിട്ട്. ഈ പടിയെല്ലാം കയറുമ്പോഴത്തേക്ക് പഴയതുപോലെ. തൃശൂർ ജില്ലയിൽ 4000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. സംസ്ഥാനത്ത് കൂടുതൽ വനഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി. LDF സർക്കാരിന്റെ പട്ടയ വിതരണം സംസ്ഥാനത്ത് 4.5 ലക്ഷത്തിലേക്ക് എത്തുകയാണ്. നിലവിൽ 2.5 ലക്ഷം പട്ടയങ്ങൾ നൽകിക്കഴിഞ്ഞു. സമീപ ഭൂതകാലത്ത് കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ പട്ടയങ്ങൾ വിതരണം ചെയ്ത മറ്റൊരു ഗവൺമെന്റും ഉണ്ടാകില്ല എന്ന വിധത്തിൽ വളരെ കൃത്യതയോട് കൂടിയിട്ടുള്ള പട്ടയ വിതരണ നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകും. ഈ ചെറിയ കാലത്തിനകത്ത് ഏതാണ്ട് 2.5 ലക്ഷത്തോളം പട്ടയങ്ങൾ കേരളത്തിൽ കൊടുക്കാനായി. ഏതാണ്ട് 4.5 ലക്ഷത്തോളം പട്ടയങ്ങളിലേക്ക് ഇപ്പോൾ പട്ടയ വിതരണം കഴിഞ്ഞു, പൂർത്തിയാക്കപ്പെട്ടിട്ടില്ല. ഒരു പട്ടയമേള കൂടി വരുന്നുണ്ട്, അതിന്റെ അനുബന്ധ പരിപാടികളും വരുന്നുണ്ട്. പട്ടയ വിതരണത്തിലെ ഏറ്റവും ബൃഹത്തായ പ്രശ്നം വനഭൂമി പട്ടയം നൽകലാണ്. ഇതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ലഭിക്കണം. 6000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഇതിനോടകം അനുമതി ലഭിച്ചു. ബഹുഭൂരിപക്ഷം വിതരണവും ചെയ്തു. ഇതിൽ 600ഓളം പട്ടയങ്ങൾ ഉടമസ്ഥർ എത്താത്തത് മൂലം വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. തടസ്സങ്ങൾ നീക്കി അതിലെ 150 എണ്ണം കൂടി വിതരണത്തിന് തയ്യാറായിട്ടുണ്ട്. നേരത്തെ കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി പരിശോധന നടത്തി ഫയൽ ചെയ്തതിൽ കേന്ദ്രം തിരിച്ചയച്ച ബഹുഭൂരിപക്ഷവും അപേക്ഷകളും വീണ്ടും പരിശോധിച്ച് പോർട്ടലിൽ അപ്ലോഡ് ചെയ്തു. ഇങ്ങനെ അപ്ലോഡ് ചെയ്ത 4123 അപേക്ഷകൾക്ക് ഉടൻ അനുമതി കിട്ടുമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും K. രാജൻ പറഞ്ഞു. 4123 ഫയലുകൾ ഇപ്പൊ പരിവേഷ് പോർട്ടലിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു. പുകുന്നപുരത്ത് നിന്ന് 57 പട്ടയാപേക്ഷകളാണ് ഇങ്ങനെ വെരിഫൈ ചെയ്ത് അയച്ചിട്ടുള്ളത്. കുന്നംകുളത്ത് നിന്ന് 19 അപേക്ഷകളാണ് അയച്ചിട്ടുള്ളത്. ചാലക്കുടിയിൽ നിന്ന് 1297 അപേക്ഷകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത് അയച്ചിട്ടുണ്ട്. തലപ്പള്ളിയിൽ നിന്ന് 1263 അപേക്ഷകൾ ഇങ്ങനെ അപ്ലോഡ് ചെയ്ത ലിസ്റ്റ് ഉണ്ട്. ഏറ്റവും കൂടുതൽ തൃശ്ശൂർ താലൂക്കിൽ നിന്നാണ്
1487 അപേക്ഷകൾ. ദീർഘമായൊരു 20 വർഷക്കാലത്തിന് ശേഷമാണ് നമ്മളിപ്പോൾ വീണ്ടും അങ്ങനെ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൂടി കിട്ടിയാൽ ഒരു ചരിത്ര സംഭവമായി നമ്മുടെ ജില്ലക്കകത്ത് 980 ഹെക്ടർ കൂടി, ഏതാണ്ട് 2500 ഏക്കർ ഭൂമി കൂടി നമുക്ക് ലഭ്യമായി വരും. കൂടുതൽ വനഭൂമി ലഭ്യമാക്കി എല്ലാവർക്കും ഭൂമി എന്നത് യാഥാർത്ഥ്യമാക്കുകയാണ് സർക്കാർ ലക്ഷ്യം. ഇതിന്റെ ഭാഗമായിട്ടാണ് വനഭൂമി അനുവദിക്കുന്നതിനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്നത്. വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കി നികുതി അടയ്ക്കുന്ന തരത്തിലേക്ക് മാറ്റുമെന്നും മന്ത്രി വ്യക്തമാക്കി. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വനഗ്രാമങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ROR മാത്രം ലഭ്യമായിട്ടുള്ള വനഗ്രാമങ്ങളെ റവന്യൂ ഗ്രാമങ്ങളാക്കാനുള്ള നടപടിക്രമങ്ങൾ ഔപചാരികമായി നമ്മൾ ആരംഭിച്ചു. കേരളത്തിൽ 569 വനഗ്രാമങ്ങളാണ് ഇനി റവന്യൂ ഗ്രാമങ്ങളായി പരിവർത്തനം ചെയ്യാൻ പോകുന്നത്. അവിടെയുള്ളവർക്ക് റവന്യൂ ടാക്സ് അടയ്ക്കാനുള്ള അനുവാദം കൂടി ഇനി ലഭ്യമാകും എന്ന കാര്യം കൂടി ഉണ്ട്. അതുകൊണ്ട് വനഭൂമി രംഗത്ത് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേഷൻ പ്രൊസീജിയർ വെച്ചുകൊണ്ടാണ് കഴിഞ്ഞ 5 വർഷക്കാലം ഗവൺമെന്റ് മുന്നോട്ട് പോയത്. തൃശൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും പങ്കെടുത്തു. TCV തൃശൂർ. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിനെത്തുന്നത്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ തീരപ്രദേശത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ മാറ്റാൻ ശ്രമിച്ച കള്ളനോട്ടുകൾ കണ്ടെത്തിയിരുന്നു. കള്ള് ഷാപ്പുകൾ, ലോട്ടറി കച്ചവടക്കാർ തുടങ്ങിയവരാണ് കള്ളനോട്ടിന് ഇരകളാകുന്നത്. തട്ടിപ്പിന് ഇരകളാവുന്നവർ പലരും നിയമപ്രശ്നങ്ങൾ ഭയന്ന സംഭവം പുറത്തു പറയാറില്ല. അതുകൊണ്ട് തന്നെ കള്ളനോട്ട് ഇടപാട് നിർബാധം തുടരുകയാണ്. ഒറ്റ നോട്ടത്തിൽ ഒറിജിനൽ എന്ന് തോന്നിപ്പിക്കുന്ന വ്യാജന് കനം കുറവാണ്. വലിയ സ്ഥാപനങ്ങളിലും ബാങ്കുകളിലും മറ്റും കള്ളനോട്ട് തിരിച്ചറിയാൻ കഴിയുന്ന ഉപകരണങ്ങൾ ഉള്ളതിനാൽ ഇവിടങ്ങളിലേക്ക് വ്യാജൻ എത്താറില്ല. തിരക്കേറിയതും ആധുനിക സംവിധാനങ്ങൾ ഇല്ലാത്തതുമായ സ്ഥാപനങ്ങൾ, പ്രാദേശിക പണമിടപാടുകാർ എന്നിവർ മുഖേനയും കള്ളനോട്ടുകൾ കൈമാറപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരാണ് പലപ്പോഴും തട്ടിപ്പിന് ഇരയാകുന്നത്. മുൻപ് മേഖലയിൽ വ്യാപകമായി കള്ളനോട്ട് വേട്ട നടന്നിരുന്നു. എന്നാൽ ഏറെക്കാലമായി ഗൗരവതരമായ നടപടികൾ ഉണ്ടാകുന്നില്ല. TCV കൊടുങ്ങല്ലൂർ. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ റംസാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും സന്ദേശമുയർത്തി വിശ്വാസികൾ പുണ്യമാസത്തിലേക്ക് കടന്നു. ഇനിയുള്ള ഒരു മാസക്കാലം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ കാലം. പ്രാർത്ഥനാനിരതമായ പകലിരിവുകൾക്കൊപ്പം ഇഫ്താർ വിരുന്നുകൾ കൊണ്ടും ഒത്തുചേരലുകൾ കൊണ്ടും ഈ ദിനങ്ങൾ സമ്പന്നമാകും. ഇസ്ലാം മതവിശ്വാസികൾ വ്രതാനുഷ്ഠാനങ്ങളുടെയും പ്രാർത്ഥനകളുടെയും നിറവിലാണ്. പുലർച്ചെ മുതൽ വൈകിട്ട് വരെ വിശ്വാസികൾ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതമനുഷ്ഠിക്കും. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയാണ് പുണ്യമാസം. ഖുർആൻ പാരായണം ചെയ്യുന്നതിനൊപ്പം ഓരോരുത്തരും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യും. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയാണ് റംസാൻ മാസം. പ്രാർത്ഥനകൾക്കൊപ്പം തന്നെ ദാനധർമ്മങ്ങൾക്കും ഈ മാസത്തിൽ പ്രാധാന്യമുണ്ട്. സക്കാത്ത് നൽകി സഹജീവികളെ കരുതലിന്റെ കരങ്ങൾ നീട്ടി ഓരോ വിശ്വാസിയും ചേർത്ത് പിടിക്കും. പള്ളികളും ഭവനങ്ങളും വിശുദ്ധമാസത്തിന് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്നു. വിവിധയിടങ്ങളിൽ മുസ്ലിം സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ മതപ്രഭാഷണങ്ങളും നടക്കും. ന്യൂസ് ഡെസ്ക് TCV. 11 മാസത്തെ ജീവിതക്രമത്തിൽ നിന്നും മാറി ഇസ്ലാം മത വിശ്വാസികൾ ആത്മീയതയിൽ മുഴുകുന്ന പുണ്യമാസമാണ് റംസാൻ. സമർപ്പിത ജീവിതത്തിന്റെ ഈ 30 ദിനങ്ങൾ പാപങ്ങളുടെ കാഠിന്യം ഉരുക്കിക്കളയും. ഉമിനീരിറക്കാത്ത പകലുകളുടെ കാഠിന്യം പ്രാർത്ഥനയിലൊരുക്കുന്ന മനസ്സുകളുടെ നിവേദനമാണ് റംസാൻ. ഇസ്ലാമിന്റെ നിർബന്ധമാക്കപ്പെട്ട 5 അടിസ്ഥാന ശിലകളിൽ 4ാമത്തേതാണ് റംസാൻ വ്രതം. വ്രതാനുഷ്ഠാനത്തെക്കുറിച്ച് ഖുറാനിലെ 2-ാം അധ്യായം 183-ാം വചനത്തിൽ പറയുന്നു: സത്യവിശ്വാസികളെ, നിങ്ങൾക്ക് മുൻപുള്ളവർക്ക് നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും നിർബന്ധമാക്കിയിരിക്കുന്നു. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വെടിഞ്ഞും വികാരവിചാരങ്ങൾ ഉപേക്ഷിച്ചും മനസ്സും ശരീരവും അള്ളാഹുവിലേക്ക് സമർപ്പിക്കണം. വ്രതശുദ്ധിയിലൂടെ നല്ലൊരു മനുഷ്യനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുകയാണ് നോമ്പുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. റമദാൻ കേവലം വിശ്വാസികളുടെ മാത്രം ഒരു മാസമല്ല. അത് സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഇഫ്താർ മീറ്റുകൾ, നോമ്പ് തുറകൾ കൊണ്ട് സ്നേഹങ്ങളെ കൂടുതൽ അടുപ്പിക്കുന്ന, ചേർത്ത് നിർത്തുന്ന
അന്യൻ്റെ വിശപ്പിനോട് ഐക്യദാർഢ്യം സ്വന്തമായി വിശപ്പ് ഏറ്റെടുത്തുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഏറ്റവും മനോഹരമായ വലിയ സന്ദേശമാണ് മറ്റ് സമൂഹത്തിനും രാജ്യത്തിനും മനുഷ്യർക്ക് മൊത്തവും നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത പാപങ്ങളിൽ പശ്ചാത്താപം ചെയ്ത് നന്മയിലേക്ക് മടങ്ങാനുള്ള കാലമാണ് റംസാൻ. വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസം കൂടിയാണിത്. ദാനധർമ്മത്തിന് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്ന മാസവുമാണ്. ദാനധർമ്മത്തിന്റെ വിളംബരത്തെ സക്കാത്ത് എന്ന് വിളിക്കും. ദാനിയുടെ ഔദാര്യമല്ല, സ്വീകരിക്കുന്നതിന്റെ അവകാശമാണ് സക്കാത്ത് എന്നാണ് വിശ്വാസം. TCV ന്യൂസ്, ചാവക്കാട്. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നു. ഇന്നു മുതൽ അനിശ്ചിതകാല ശസ്ത്രക്രിയ ബഹിഷ്കരണം ആരംഭിച്ചതായി ഡോക്ടർമാരുടെ സംഘടന അറിയിച്ചു. ശമ്പള കുടിശ്ശിക ആവശ്യപ്പെട്ടാണ് KGMCTയുടെ നേതൃത്വത്തിൽ ഡോക്ടർമാർ സമരം ആരംഭിച്ചിരിക്കുന്നത്. 10 വർഷമായുള്ള ആവശ്യത്തിൽ തീരുമാനമെടുക്കാതെ സർക്കാർ തങ്ങളെ സമരത്തിലേക്ക് തള്ളിവിടുകയാണെന്ന് ഡോക്ടർമാർ പറയുന്നു. സമരത്തിന്റെ ഭാഗമായി OP ബഹിഷ്കരണം നേരത്തെ ആരംഭിച്ചിരുന്നു. ശസ്ത്രക്രിയകൾ ബഹിഷ്കരിച്ചുകൊണ്ട് KGMCTയെ അടുത്തഘട്ട സമരത്തിലേക്ക് കടന്നു. മുൻകൂറായി നിശ്ചയിച്ച് നടത്തുന്ന ശസ്ത്രക്രിയകളാണ് ബഹിഷ്കരിക്കുക. ആൻജിയോപ്ലാസ്റ്റി, ഹെർണിയ, മുട്ടുമാറ്റിവയ്ക്കൽ, ഇടുപ്പല്ല് മാറ്റിവയ്ക്കൽ, ENT തുടങ്ങിയ ശസ്ത്രക്രിയകൾ മുടങ്ങും. എന്നാൽ അടിയന്തര സാഹചര്യങ്ങളിൽ ആവശ്യമായ ശസ്ത്രക്രിയകൾ നടത്തും. കടുത്ത ഹൃദ്രോഗം, അപകടം എന്നീ സാഹചര്യങ്ങളിലെ ശസ്ത്രക്രിയകൾ മുടങ്ങില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. OP ബഹിഷ്കരണത്തിന് പുറമെ അധ്യാപനത്തിൽ നിന്നും ഡോക്ടർമാർ വിട്ടുനിൽക്കുകയാണ്. MBBS, PG, പാരാമെഡിക്കൽ വിദ്യാർത്ഥികളുടെ ക്ലാസുകൾ നടക്കുന്നില്ല. അതേസമയം OP ബഹിഷ്കരണം മെഡിക്കൽ PG വിദ്യാർത്ഥികൾ മാറ്റിവെച്ചിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയുമായി PG അസോസിയേഷൻ ഭാരവാഹികൾ നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. TCV ന്യൂസ്, തൃശൂർ. ഇരിങ്ങാലക്കുടയിൽ നിന്ന് 3 ദിവസം മുൻപ് കാണാതായ ആളെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇരിങ്ങാലക്കുട നഗരമധ്യത്തിലെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കണ്ടെത്തിയത്. എടക്കുളം സ്വദേശി പാഴാട്ട് ഹരിദാസനാണ് മരിച്ചത്. മുനിസിപ്പൽ ഓഫീസ് റോഡിലുള്ള ദൈവപരിപാലന ഭവനത്തിന്റെ മുൻവശത്തെ ആളൊഴിഞ്ഞ പറമ്പിലെ കിണറ്റിലാണ് മൃതദേഹം കിടന്നിരുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച വൈകിട്ട് 6 മണിക്കാണ് ഹരിദാസിനെ കാണാതായത്. തുടർന്ന് വീട്ടുകാർ കാട്ടൂർ പോലീസിൽ പരാതി നൽകി. CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ആൾമറയില്ലാത്ത കിണറ്റിൽ ഹരിദാസനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മകളുടെ വിവാഹത്തിനായി ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ഖത്തറിൽ ജോലി ചെയ്യുന്ന ഹരിദാസ് ലീവിൽ നാട്ടിലെത്തിയത്. സ്വാമി വിവേകാനന്ദന് തൃശൂർ പാട്ടുരായ്ക്കലിൽ പ്രതിമ സ്ഥാപിക്കുന്നു. സ്വാമി വിവേകാനന്ദൻ പാട്ടുരായ്ക്കൽ സന്ദർശനം നടത്തിയതിന്റെ സ്മരണയ്ക്കായാണ് പ്രതിമ സ്ഥാപിക്കുന്നത്. സാംസ്കാരിക വകുപ്പും ഔഷധിയും വിവേകാനന്ദ ദീപം ട്രസ്റ്റും ചേർന്നാണ് പ്രതിമ സ്ഥാപിക്കുക. ഇതിനായി വകുപ്പ് 40 ലക്ഷം രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. കൂടാതെ ഔഷധി 20 ലക്ഷം കൂടി നൽകും. ഇങ്ങനെ 60 ലക്ഷം രൂപ ചെലവഴിച്ച് 18 അടി വലിപ്പമുള്ള പ്രതിമയാണ് സ്ഥാപിക്കുന്നത്. ശിലാസ്ഥാപനം വെള്ളിയാഴ്ച മന്ത്രി R. ബിന്ദു നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ്, മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ TK ഹൃത്തിക്, ശ്രീരാമകൃഷ്ണ മഠം സ്വാമി, നന്ദാത്മജാനന്ദ, ഡോക്ടർ D. രാമനാഥൻ, PG ജയജിത്ത് എന്നിവർ പങ്കെടുത്തു. തനിക്കെതിരെ വന്ന മാധ്യമ വാർത്തകൾ നിഷേധിച്ച് കേരള ലളിതകലാ അക്കാദമി മുൻ സെക്രട്ടറി എബി N. ജോസഫ്. തലശ്ശേരിയിലെ സ്വകാര്യ ഫൈൻ ആർട്സ് കോളേജിന്റെ പേരിൽ പിരിച്ചെടുത്ത പണം വകമാറ്റി ചെലവഴിച്ചു എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. തലശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ആർട്സിന്റെ ഒരു ചുമതലയിലും താനില്ല. സർക്കാർ ആവശ്യപ്പെട്ടിട്ടാണ് ലളിതകലാ അക്കാദമിയിൽ നിന്നും അവധിയെടുത്തത് എന്ന വാർത്തയും അടിസ്ഥാനരഹിതമാണ്. താൻ ഇപ്പോഴും ലളിതകലാ അക്കാദമി സെക്രട്ടറിയുടെ അധിക ചുമതല ഒഴിഞ്ഞിട്ടില്ലെന്നും എബി N. ജോസഫ് പറഞ്ഞു. ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ വീടിനുള്ളിൽ കുഴിച്ചിട്ട നിലയിൽ സ്ത്രീയുടെ അസ്ഥികൂടം കണ്ടെത്തിയ സ്ഥലം AC മൊയ്തീൻ MLA സന്ദർശിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KM നൌഷാദ്, സ്ഥിരം സമിതി അധ്യക്ഷരായ KR ഗിരീഷ്, സുഗിജ സുമേഷ്, വാർഡംഗം ആമിന സുലൈമാൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ഊർജിതപ്പെടുത്തിയിട്ടുണ്ടെന്ന് MLA അറിയിച്ചു. MP ഫണ്ടിൽ നിന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി 33 ലക്ഷം രൂപ അനുവദിച്ചിട്ടും ജില്ലാ ആശുപത്രിയിൽ ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബ് തുറക്കുന്നതിന് ഭരണാനുമതി നൽകാത്തതിൽ പ്രതിഷേധിച്ച് BJP കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹം സംഘടിപ്പിച്ചു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ 8 കോടി രൂപ MP ഫണ്ടിൽ നിന്നും സുരേഷ് ഗോപി അനുവദിച്ചെങ്കിലും 40 ലക്ഷം രൂപയ്ക്കുള്ള പദ്ധതികൾക്ക് മാത്രമാണ് ഭരണാനുമതി ലഭിച്ചതെന്ന് അനീഷ് കുമാർ പറഞ്ഞു. BJP മേഖലാ പ്രസിഡന്റ് രവികുമാർ ഉപ്പത്ത് അധ്യക്ഷത വഹിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് വിപിൻ ഐനിക്കുന്നത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അപ്പോഴാണ് പറയുന്നത് സുരേഷ് ഗോപിക്ക് വേണ്ടി പൂരം കളിക്കിയത് അന്നത്തെ കളക്ടറായിരുന്ന കൃഷ്ണദേജിയാണ്. കേരളത്തിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ കഴിഞ്ഞ വർഷം റെക്കോർഡ് വർധനവാണ് ഉണ്ടായതെന്ന്
മന്ത്രി PA മുഹമ്മദ് റിയാസ്. വിനോദസഞ്ചാര വകുപ്പ് ഗുരുവായൂരിൽ നിർമ്മിച്ച കേരളത്തിലെ ഏറ്റവും വലിയ സർക്കാർ അതിഥി മന്ദിരം നാടിന് സമർപ്പിക്കുകയായിരുന്നു മന്ത്രി. ഗുരുവായൂർ ഗസ്റ്റ് ഹൌസിൽ സാധാരണക്കാരന് മുറി ലഭിക്കുന്ന സംവിധാനം ഉണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. NK അക്ബർ MLA അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, KV അബ്ദുൽ ഖാദർ, TT ശിവദാസൻ, കൌൺസിലർമാരായ V അനൂപ്, ആതിര രമേശ് തുടങ്ങിയവർ സംസാരിച്ചു. 50 സെന്റ് സ്ഥലത്ത് 31.95 കോടി ചിലവഴിച്ച് 56 മുറികളോട് കൂടിയാണ് അതിഥി മന്ദിരം നിർമ്മിച്ചിട്ടുള്ളത്. ജില്ലയിലെ 3 പ്രധാന പദ്ധതികളുടെ ഉദ്ഘാടനം കുന്നംകുളത്ത് നടന്നു. മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിലെ നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം, ചെറുവള്ളിക്കടവ് പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം, കലശമല ഇക്കോ ടൂറിസം പദ്ധതിയുടെ ഭൂമി കൈമാറ്റം എന്നിവയാണ് മന്ത്രി മുഹമ്മദ് റിയാസ് നിർവഹിച്ചത്. KSTP പദ്ധതിയിൽ ഉൾപ്പെടുത്തി 215.92 കോടി രൂപ ചെലവഴിച്ചാണ് തൃശൂർ കുറ്റിപ്പുറം പാതയുടെ പുനരുദ്ധാരണം പൂർത്തിയാക്കിയത്. തൃശൂർ മലപ്പുറം ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഈ പാത യാഥാർത്ഥ്യമായതോടെ മേഖലയിലെ യാത്രാക്ലേശത്തിന് വലിയ പരിഹാരമാകും. കുന്നംകുളം നഗരസഭയെയും കാട്ടക്കാമ്പാൽ ഗ്രാമപഞ്ചായത്തിനെയും ബന്ധിപ്പിക്കുന്ന വട്ടപ്പാടം പെങ്ങാമുക്ക് പാതയിലെ ചെറുവള്ളിക്കടവ് പാലത്തിന് 9.33 കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ജില്ലയിലെ വളർന്നു വരുന്ന പ്രധാന ടൂറിസം കേന്ദ്രമായ കലശമലയുടെ വികസനത്തിനായി സർക്കാർ ഏറ്റെടുത്ത 12 ഏക്കറോളം ഭൂമിയുടെ രേഖകൾ മന്ത്രി ടൂറിസം വകുപ്പിന് കൈമാറി. 13 കോടി രൂപ ചെലവഴിച്ചാണ് ഇക്കോ ടൂറിസം വികസനത്തിനായി റവന്യൂ വകുപ്പ് ഭൂമി ഏറ്റെടുത്തത്. കുന്നംകുളം പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. MLA മാരായ മുരളി പെരുന്നള്ളി, സേവ്യർ ചിറ്റിലപ്പള്ളി, P ബാലചന്ദ്രൻ എന്നിവരും പങ്കെടുത്തു. TCV കുന്നംകുളം. പെരുമ്പിലാവ് ആൽത്തറ ആലുംതൈ ആനക്കല്ല് റോഡിന് സമീപത്തു നിന്നും കഞ്ചാവ് ചെടി കണ്ടെത്തി. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് കുന്നംകുളം റേഞ്ച് എക്സൈസ് സംഘം സ്ഥലത്തെത്തി കഞ്ചാവ് ചെടി കസ്റ്റഡിയിലെടുത്തു. 30 സെന്റിമീറ്റർ നീളം വരുന്ന കഞ്ചാവ് തൈയാണ് കണ്ടെത്തിയത്. പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധിയും ആരോഗ്യ സുരക്ഷാ പദ്ധതികളും നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറി ബിനോയ് പെരുമാട്ടിൽ, പാവർട്ടി മേഖലാ സെക്രട്ടറി അഫ്സൽ പാടൂർ എന്നിവർ പ്രതിപക്ഷ നേതാവ് VD സതീശന് നിവേദനം നൽകി. പുതുയുഗയാത്രയുടെ പാവർട്ടിയിലെ സ്വീകരണ വേദിയിൽ വെച്ചാണ് നിവേദനം നൽകിയത്. കേരളത്തിൽ 10,000-ഓളം പേർ പ്രാദേശിക ലേഖകരായി വിവിധ ജില്ലകളിൽ ജോലി ചെയ്യുന്നുണ്ട്. 2010 മുതൽ പ്രാദേശിക മാധ്യമ പ്രവർത്തകർക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി സംഘടന സമരരംഗത്താണെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ സാധ്യമായ ഇടപെടലുകൾ ഉണ്ടാകുമെന്ന് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. MN ലക്ഷം വീട് പാർപ്പിട പദ്ധതിയിലെ ഇരട്ട വീടുകൾ ഒറ്റ വീടാക്കി നിർമ്മിച്ചു നൽകിയതിന്റെ താക്കോൽദാനം മാറ്റാമ്പുറത്ത് നടന്നു. മന്ത്രി K രാജൻ വീടുകളുടെ താക്കോൽ കൈമാറി. ഭവന നിർമ്മാണ ബോർഡ് ചെയർപേഴ്സൺ TV ബാലൻ അധ്യക്ഷത വഹിച്ചു. ഹൌസിംഗ് ബോർഡ് കമ്മീഷണർ A ഗീത, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവിദ്യ രാജേഷ്, മാടക്കത്ര പഞ്ചായത്ത് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ വിവിധങ്ങളായ വകുപ്പുകളെ അവർക്ക് ചെലവഴിക്കാവുന്ന സാങ്കേതികമായിട്ടുള്ള സാധ്യതകളും പണവും അവർക്ക് സമാഹരിക്കാവുന്ന മെറ്റീരിയൽസും കളക്ട് ചെയ്തുകൊണ്ട് അന്നത്തെ ഭവന നിർമ്മാണ വകുപ്പിന്റെ മന്ത്രിയായിരുന്ന MN ഗോവിന്ദൻ നായർ ദശാബ്ദങ്ങളായി ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകരുടെ ആശ്രയമായിരുന്ന KTDC നന്ദനം ഹോട്ടൽ ഓർമ്മയാകുന്നു. കെട്ടിടത്തിന്റെ കാലപ്പഴക്കം മൂലമുള്ള ബലക്ഷയമാണ് പെട്ടെന്നുള്ള അടച്ചുപൂട്ടലിന് കാരണമായത്. ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന ഒരു സർക്കാർ സ്ഥാപനം ഇത്തരത്തിൽ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് ജീവനക്കാർക്കും നാട്ടുകാർക്കും ഒരുപോലെ വേദനയാകുകയാണ്. 1977 മെയ് 18 അന്നത്തെ ടൂറിസം മന്ത്രിയായിരുന്ന CH മുഹമ്മദ് കോയയാണ് കെട്ടിടം നാടിന് സമർപ്പിച്ചത്. 45 മുറികൾ, വിശാലമായ കല്യാണ മണ്ഡപം, റെസ്റ്റോറന്റ് എന്നിവ ഇവിടെ പ്രവർത്തിച്ചിരുന്നു. KTDCയുടെ കീഴിൽ സംസ്ഥാനത്ത് ഏറ്റവും ലാഭകരമായി പ്രവർത്തിച്ചിരുന്ന സ്ഥാപനങ്ങളിൽ ഒന്നായിരുന്നു ഇത്. സാധാരണക്കാർക്ക് താങ്ങാനാവുന്ന നിരക്കിൽ ഗുണമേന്മയുള്ള സേവനം ഉറപ്പാക്കിയിരുന്നതിനാൽ നന്ദനത്തിന് എപ്പോഴും വലിയ തിരക്കനുഭവപ്പെട്ടിരുന്നു. എന്നാൽ കഴിഞ്ഞ ഒക്ടോബറോടെ പൂട്ടൽ നടപടികളിലേക്ക് കടന്നു. ഇവിടെയുണ്ടായിരുന്ന 11 സ്ഥിര ജീവനക്കാരെ KTDCയുടെ വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി നിയമിച്ചു.
താൽക്കാലിക ജീവനക്കാരെയും കരാർ തൊഴിലാളികളെയും പിരിച്ചുവിട്ടു. ഹോട്ടലിലെ ഫർണിച്ചറുകളും മറ്റനുബന്ധ സാമഗ്രികളും ഇതിനോടകം തന്നെ മറ്റു യൂണിറ്റുകളിലേക്ക് മാറ്റിയിട്ടുണ്ട്. കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന സാങ്കേതിക റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ കർശന നടപടിയെന്ന് KTDC ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. നിലവിലുള്ള ബലക്ഷയമുള്ള കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു നീക്കും. ആധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയൊരു കെട്ടിടം അതേ സ്ഥാനത്ത് നിർമ്മിക്കുന്നതിനുള്ള പ്രാരംഭ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഭക്തജനങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ഈ കേന്ദ്രം എത്രയും വേഗം പുനർനിർമ്മിച്ച് ജനങ്ങൾക്കായി തുറന്നുകൊടുക്കുമെന്ന പ്രതീക്ഷയിലാണ് ഗുരുവായൂരിലെത്തുന്ന തീർത്ഥാടകർ. TCV ന്യൂസ്, ഗുരുവായൂർ. CPM എളവള്ളി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും കലാസാംസ്കാരിക പ്രവർത്തകനുമായിരുന്ന PR അശോകൻ അനുസ്മരണം നടത്തി. മമ്മായി സെന്ററിൽ നടന്ന അനുസ്മരണ പരിപാടി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസൻ ഉദ്ഘാടനം ചെയ്തു. KM പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ്, എളവള്ളി ലോക്കൽ സെക്രട്ടറി PA ഷൈൻ, TK ചന്ദ്രൻ, TN ലെനിൻ, PV അശോകൻ, KP രാജു, TD സുനിൽ, ലതീഷ് നാരായണൻ എന്നിവർ സംസാരിച്ചു. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ സംസ്ഥാന സർക്കാർ ആരംഭിച്ച ആരോഗ്യം ആനന്ദം എന്ന പ്രചരണ പരിപാടി ശനിയാഴ്ച തൃശൂർ VKN മേനോൻ ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. മന്ത്രി R ബിന്ദു ഉദ്ഘാടനം ചെയ്യും. P ബാലചന്ദ്രൻ MLA അധ്യക്ഷത വഹിക്കും. ഡോക്ടർ S ബീന, ഡോക്ടർ ആര്യ സോമൻ, ഡോക്ടർ PJ ജിൻഡോ, ഡോക്ടർ KP സുധീർ കുമാർ, ഡോക്ടർ സിനി രമ്യ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അത്യാധുനിക രീതിയിൽ നവീകരിച്ച പെരുമ്പിലാവ് നിലമ്പൂർ സംസ്ഥാന പാതയിലെ പട്ടാമ്പി റോഡിൽ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. കോടികൾ ചെലവിട്ട് നിർമ്മിച്ച റോഡിന്റെ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടൽ മൂലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം പട്ടാമ്പി റോഡിൽ 3 മീറ്ററോളം ഭാഗം ഇത്തരത്തിൽ തകർന്നിരുന്നുവെങ്കിലും ഇതുവരെ റീടാർ ചെയ്ത് ഗതാഗതയോഗ്യമാക്കിയിട്ടില്ല. റോഡിനടിയിലൂടെ കടന്നുപോകുന്ന തൃത്താല കുടിവെള്ള പദ്ധതിയുടെ അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പൈപ്പുകളാണ് പ്രതിസന്ധിക്ക് പ്രധാന കാരണം. കാലപ്പഴക്കം ചെന്ന ഈ പൈപ്പുകൾ വെള്ളത്തിന്റെ മർദ്ദം താങ്ങാനാവാതെ ഇടയ്ക്കിടെ പൊട്ടുന്നത് റോഡിന്റെ അടിത്തറ ഇളക്കുകയും ടാറിൻ തകരുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടാക്കുന്നു. ലക്ഷക്കണക്കിന് ലിറ്റർ കുടിവെള്ളമാണ് ഇത്തരത്തിൽ റോഡിലൂടെ ഒഴുകി പാഴാകുന്നത്. ഇത് പ്രദേശത്തെ കുടിവെള്ള വിതരണത്തെയും ബാധിക്കുന്നുണ്ട്. ജില്ലാ അതിർത്തി വരെയുള്ള വിവിധയിടങ്ങളിൽ ഇത്തരത്തിൽ പൈപ്പ് പൊട്ടി റോഡിടിഞ്ഞ് താഴ്ന്നിട്ടുണ്ട്. റോഡ് നവീകരിക്കുന്ന വേളയിൽ തന്നെ പഴയ പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യം ഉയർന്നിരുന്നുവെങ്കിലും ജല അതോറിറ്റി കണ്ടില്ലെന്ന് നടിച്ചു. ഉടൻ അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ സംസ്ഥാന പാത പൂർണ്ണമായും തകരുമെന്ന ആശങ്കയിലാണ് യാത്രക്കാരും നാട്ടുകാരും. TCV ന്യൂസ്, കുന്നംകുളം. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് വാടകയ്ക്ക് നൽകാനുള്ള UDF ഭരണസമിതി തീരുമാനത്തിനെതിരെ LDF നാട്ടിക പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. CS മണി അധ്യക്ഷനായി. CPM നാട്ടിക ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KB ഹംസ, പഞ്ചായത്ത് അംഗങ്ങളായ രജനി ബാബു, KK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ഭരണകൂടവും തദ്ദേശ സ്വയംഭരണ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും സംസ്ഥാന IT മിഷനും സംയുക്തമായി വാണിയമ്പാറയിൽ വിവിധ സർക്കാർ സേവനങ്ങൾക്കായി ക്യാമ്പ് സംഘടിപ്പിച്ചു. പഴയന്നൂർ, പാണഞ്ചേരി, ചേലക്കര പഞ്ചായത്തുകളിലെ വിവിധ ആദിവാസി ഊരുകളിൽ നിന്നുള്ളവർക്കാണ് ക്യാമ്പ് നടത്തിയത്. പാണഞ്ചേരി പഞ്ചായത്ത് പ്രസിഡന്റ് മിനു വർഗീസ് ഉദ്ഘാടനം ചെയ്തു. വാർഡംഗം സനിൽ വാണിയമ്പാറ അധ്യക്ഷത വഹിച്ചു. മുല്ലശ്ശേരിയിൽ വീടിനുള്ളിൽ നിന്ന് മൂർഖൻ പാമ്പിനെ പിടികൂടി. കണ്ണൻകാട് ചീരോത്ത് മോഹനന്റെ വീട്ടിൽ നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. കയ്പമംഗലം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം ഞായറാഴ്ച നടക്കും. പനമ്പിക്കുന്ന് പഴയ പോസ്റ്റ് ഓഫീസിന് സമീപം തയ്യാറാക്കിയ പൂന്താനം നഗറിൽ നടക്കുന്ന സമ്മേളനം മൗനയോഗി സ്വാമി ഹരിനാരായണൻ ഉദ്ഘാടനം ചെയ്യും. സംഘാടക സമിതി ഭാരവാഹികളായ ഷജിൽ കരീംപറമ്പിൽ, രാജീവൻ മുറ്റിച്ചൂർ, KR മോഹൻദാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. എരുമപ്പെട്ടി മുരിങ്ങാത്തേരിയിൽ ഛത്രപതി ശിവജി മഹാരാജ ജയന്തി ആഘോഷിച്ചു. തൃശൂർ മറാഠ ഗോൾഡ് ആൻഡ് സിൽവർ റിഫൈനറി അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ആഘോഷം. അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി സന്തോഷ് പവാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് VP മഹേശ്വരൻ, ഭാസ്കർ ഗോയ്ക്കോട്, രാഹുൽ പാഠി, നാദ കോറത്ത്, ധനഞ്ജയ് മാളി, കുമാർ സേട്ട്, യുവരാജ് മൂളി തുടങ്ങിയവർ നേതൃത്വം നൽകി. വെള്ളാറ്റഞ്ഞൂർ ചെറുകുന്നിൽ മൊബൈൽ ഫോൺ ടവറിന് കുഴിയെടുക്കുന്നതിന് പ്രദേശവാസികൾ തടഞ്ഞു.
കുഴിയെടുക്കുന്നത് പ്രദേശത്തെ കുടിവെള്ള വിതരണ ടാങ്കുകളുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് തടഞ്ഞത്. വിവിധ വകുപ്പുകൾക്ക് നൽകിയ പരാതികൾക്ക് പരിഹാരമാകുന്നതുവരെ പണി നിർത്തിവെക്കാൻ എരുമപ്പെട്ടി പോലീസ് നിർദ്ദേശിച്ചു. വേലൂർ പഞ്ചായത്തിലെ 4 വാർഡുകളിലേക്കുള്ള കുടിവെള്ള ടാങ്കുകൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ടവറിനായി കുഴിയെടുക്കുന്നത്. ടാങ്കിനോട് ചേർന്ന് 2.5 മീറ്റർ താഴ്ചയിൽ T ആകൃതിയിലാണ് കുഴിയെടുക്കുന്നത്. ബലക്ഷയമുള്ള മണ്ണായതിനാൽ മണ്ണിടിഞ്ഞ് ടാങ്ക് നിലംപതിക്കാൻ സാധ്യതയുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു. കാലപ്പഴക്കമുള്ള ഹരിജൻ കോളനി ടാങ്ക് 2004 ബലപ്പെടുത്തിയത്. അടിഭാഗം കരിങ്കൽ കെട്ടി ഉയർത്തിയ ടാങ്ക് കുഴിയെടുക്കുന്നതിനാൽ തകർച്ചാഭീഷണി നേരിടുകയാണ്. തൊട്ടടുത്തുള്ള മറ്റൊരു ടാങ്കും വലിയ സുരക്ഷാ ഭീഷണിയാണ് നേരിടുന്നത്. പഞ്ചായത്ത് അംഗം ശ്രീമതി ജനാർദ്ദനന്റെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. നിലവിൽ കുന്നിന്റെ പല ഭാഗവും മണ്ണിടിച്ചിൽ ഭീഷണി നേരിടുന്ന പ്രദേശം കൂടിയാണിത്. കുന്നിനു താഴെ നിരവധി വീടുകളാണ് സ്ഥിതി ചെയ്യുന്നത്. ടാങ്ക് തകരുകയാണെങ്കിൽ താഴ്ഭാഗത്തുള്ള പ്രദേശവാസികളുടെ സ്വത്തിനും ജീവനും നാശം സംഭവിക്കും. പരാതിയെ തുടർന്ന് ജലസേചന വകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ടാങ്കിന്റെ നിലവിലെ അവസ്ഥ പരിശോധിച്ചു. TCV ന്യൂസ്, എരുമപ്പെട്ടി. സംസ്ഥാനത്തെ ഓങ്കോളജിസ്റ്റുകളുടെ ഏറ്റവും വലിയ വാർഷിക സംഗമമായ കാൻ കേരള അറോയ്ക്കോൺ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ തൃശൂർ കാസിനോ ഹോട്ടലിൽ നടക്കും. ഡോക്ടർ സി മധു ഉദ്ഘാടനം നിർവഹിക്കും. റേഡിയേഷൻ ഓങ്കോളജിസ്റ്റുകൾ, ക്ലിനിക്കൽ ഓങ്കോളജിസ്റ്റുകൾ, ഗവേഷകർ, നയരൂപകർത്താക്കൾ എന്നിവർ സമ്മേളനത്തിന്റെ ഭാഗമാകും. സംഘാടകരായ ഡോക്ടർ ഫെബിൻ ആന്റണി, ഡോക്ടർ KR പ്രേമ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ചെയർമാൻ ഡോക്ടർ M ലക്ഷ്മി കുമാരിയുടെ 90ാം ജന്മദിനം ആഘോഷിക്കുന്നു. കൊടുങ്ങല്ലൂരിലെ വിവേകാനന്ദ കേന്ദ്രത്തിൽ 9 ദിവസങ്ങളിലായാണ് ആഘോഷം. ആനന്ദവനം ഭാരതി സ്വാമികൾ മുഖ്യാതിഥിയായി പങ്കെടുക്കും. സംഘാടക സമിതി ഭാരവാഹികളായ N അനിൽകുമാർ, മോഹനചന്ദ്രൻ, PN ജോഷി, T സുധാകർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തെരുവിൽ അലയുന്ന കന്നുകാലികൾ മൂലം തിരുവില്ലാമല ചുങ്കം ടൗണിൽ വാഹനയാത്രികരും വ്യാപാരികളും വലയുന്നു. കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ നിരവധി പേർ കാളയുടെ കുത്തേറ്റ് ചികിത്സ തേടി. തിരക്കേറിയ സമയങ്ങളിൽ കൂട്ടമായി നിലയുറപ്പിക്കുന്ന കന്നുകാലികൾ ഹോൺ മുഴക്കിയാൽ പോലും റോഡിൽ നിന്നും മാറില്ല. ഇതുമൂലം ടൗണിൽ ഗതാഗതക്കുരുക്ക് പതിവാണ്. കടകളിൽ കയറി പഴക്കുലയും പച്ചക്കറിയും തിന്നുന്നതും സ്ഥിരം കാഴ്ച. ഓടിക്കാൻ ശ്രമിക്കുന്നവരെ കാളകൾ ആക്രമിക്കുന്നതിനാൽ വ്യാപാരികൾ നിസ്സഹായരാകുന്നു. ഇരുചക്ര വാഹനയാത്രക്കാരും കാലികളെ ഭയന്നാണ് ടൗണിലൂടെ കടന്നുപോകുന്നത്. രാത്രിയിൽ നടുറോഡിൽ കിടക്കുന്ന ഇവയെ വന്നിടിച്ച് നിരവധി പേർക്ക് ഗുരുതര പരിക്കേറ്റു. തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ നടക്കിരുത്തുന്നതാണ് കന്നുകാലികളെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ വില്വാദ്രിനാഥ ക്ഷേത്രത്തിൽ അത്തരം ആചാരങ്ങളില്ലെന്ന് അധികൃതർ വിശദീകരിക്കുന്നു. സ്വകാര്യ വ്യക്തികൾ വളർത്തുന്നവയാണ് ഈ കന്നുകാലികളെന്ന് വ്യക്തമായിട്ടും ബന്ധപ്പെട്ടവർ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. TCV ന്യൂസ്, ചേലക്കര. കൊടകര സഹൃദയ കോളേജിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. തെലുങ്ക് സാഹിത്യകാരൻ രവി മന്ത്രിയുമായി വിദ്യാർത്ഥികൾ സംവദിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി തുടങ്ങിയവർ സംസാരിച്ചു. പടിയൂർ പഞ്ചായത്തിൽ 3 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. ദീർഘകാലമായി കർഷകർക്കും കാർഷിക വിളകൾക്കും നിരന്തരം ശല്യമായിരുന്ന കാട്ടുപന്നികളെ കഴിഞ്ഞ ദിവസം നടത്തിയ തിരച്ചിലാണ് കണ്ടെത്തിയത്. തുടർന്ന് പഞ്ചായത്ത് നിയമിച്ച ഷൂട്ടർ മുഹമ്മദ് റഷീദിന്റെ നേതൃത്വത്തിൽ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുകയായിരുന്നു. ഓൾ കേരള കിങ്സ് അമ്മ പ്രീമിയർ ക്രിക്കറ്റ് ലീഗ് മേഖല താരലേലം ഓട്ടുപാറയിൽ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് അജിത് കുമാർ മല്ലയ്യ ഉദ്ഘാടനം ചെയ്തു. മുണ്ടൂർ ആത്രയ ക്രിക്കറ്റ് അക്കാദമിയിൽ മാർച്ച് 5 മുതൽ 8 വരെ നടക്കുന്ന ക്രിക്കറ്റ് ലീഗിൽ 16 ടീമുകൾ പങ്കെടുക്കും. ചേറ്റുവ GMUP സ്കൂളിലെ അക്ഷരവണ്ടിയും സ്കൂൾ കവാടവും സമർപ്പിച്ചു. NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. ഏങ്ങണ്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സേവ്യർ പുലിക്കോട്ടിൽ അധ്യക്ഷത വഹിച്ചു. അക്ഷരവണ്ടിയിൽ ഒരുക്കിയ ലൈബ്രറിയിൽ നിന്നുള്ള ആദ്യ പുസ്തക വിതരണം ഗാനരചയിതാവ് റഫീഖ് അഹമ്മദ് നിർവഹിച്ചു. ഫുട്ബോൾ താരം IM വിജയൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സുരേഷ്, പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ ഷമീറ ഷബീർ, സുനിൽ കാര്യാട്ട്, ഉഷ V പുരുഷോത്തമൻ, പ്രധാനാധ്യാപകൻ PB സജീവ് തുടങ്ങിയവർ സംസാരിച്ചു. മൂന്ന് പഞ്ചായത്തുകളിലെ തീരദേശവാസികൾക്ക് ദുരിതമായി മാറിയ പെരിങ്ങാട് പുഴ വനവൽക്കരണ തീരുമാനം UDF സർക്കാരിന്റെ ആദ്യ ക്യാബിനറ്റിൽ തന്നെ പിൻവലിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി.
പുതുയുഗ യാത്രയ്ക്ക് മണലൂർ നിയോജക മണ്ഡലത്തിലെ പാവർട്ടിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വീകരണ സമ്മേളനം ബെന്നി ബെഹനാൻ MP ഉദ്ഘാടനം ചെയ്തു. മണലൂർ നിയോജക മണ്ഡലം UDF കൺവീനർ KK ബാബു അധ്യക്ഷനായിരുന്നു. കൊടിക്കുന്നിൽ സുരേഷ് MP, TN പ്രതാപൻ, ജോസഫ് ടാജറ്റ്, ജോസ് വള്ളൂർ, PK രാജൻ, CM നൌഷാദ്, മഹേഷ് കാർത്തികേയൻ, CV കുര്യാക്കോസ് തുടങ്ങിയവർ സംസാരിച്ചു. മജ്ലിസുന്നൂർ എരുമപ്പെട്ടി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റംസാൻ കിറ്റുകൾ വിതരണം ചെയ്തു. മഹല്ല് ഖത്തീബ് അത്തിഖു റഹ്മാൻ ബാഗവി, കമ്മിറ്റി രക്ഷാധികാരി PM മുഹമ്മദ് അലി ഹാജിയിൽ നിന്നും കിറ്റ് ഏറ്റുവാങ്ങി. കൺവീനർ ഉല്ലാസ് മുഹമ്മദ്, വർക്കിംഗ് കൺവീനർ PM യൂസഫ്, മുത്തല്ലീബ് ഹാജി, അബ്ബാസ് കരേങ്ങൽ, KM ബഷീർ, മുഹമ്മദ് ബാഗവി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഔഷധ സസ്യങ്ങളും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും സ്ത്രീകളുടെ തൊഴിൽ സാധ്യതകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ഔഷധ സസ്യ ബോർഡിന്റെയും ഓയിസ്ക ഇന്റർനാഷണലിന്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെമിനാർ ജയരാജ് വാര്യർ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ KS രജിതൻ അധ്യക്ഷത വഹിച്ചു. ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,345, പവന് 1,14,760. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്, സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. ചേലക്കര മണ്ഡലം കോങ്ങാടുമായി വെച്ചുമാറാൻ കോൺഗ്രസും ലീഗും. അതൃപ്തിയിൽ കോൺഗ്രസ് ലീഗ് ജില്ലാ നേതൃത്വം. രക്തസാക്ഷി കുടുംബങ്ങൾ പോലും CPM-നെ വെറുക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിച്ചാൽ കൊല്ലുമെന്ന് പറയുന്ന അസഹിഷ്ണുതയാണ് CPM-നെന്നും സതീശൻ. RSS-ഉം BJP-യും സൃഷ്ടിച്ച ഇരുട്ടിന്റെ ഒരു വലിയ കടൽ ഇന്ത്യയിലാകെ ആർത്തിരമ്പുകയാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. ആ ഇരുട്ടിന്റെ മഹാസമുദ്രത്തിൽ വെളിച്ചത്തിന്റെ തുരുത്താണ് കേരളമെന്നും ബിനോയ് വിശ്വം. തൃശൂർ ജില്ലയിൽ 4000-ൽ പരം വനഭൂമി പട്ടയങ്ങൾക്ക് ഉടൻ കേന്ദ്രാനുമതി ലഭ്യമാകുമെന്ന് റവന്യൂ മന്ത്രി K രാജൻ. സംസ്ഥാനത്ത് കൂടുതൽ വനഭൂമി ലഭ്യമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചതായും മന്ത്രി. ഒരിടവേളയ്ക്ക് ശേഷം തീരമേഖലയിൽ കള്ളനോട്ട് വ്യാപകമാകുന്നു. 500-ന്റെ കള്ളനോട്ടുകളാണ് മേഖലയിൽ വിനിമയത്തിനെത്തുന്നത്. സംസ്ഥാനത്ത് ഇന്നു മുതൽ റംസാൻ വ്രതാരംഭം. മസ്ജിദുകളിൽ പ്രത്യേക പ്രാർത്ഥനകളും വിവിധയിടങ്ങളിൽ ഇഫ്താർ വിരുന്നുകളും നടക്കും. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ സമരം കടുപ്പിക്കുന്നു. അനിശ്ചിതകാല ശസ്ത്രക്രിയ ബഹിഷ്കരണം ആരംഭിച്ച ഡോക്ടർമാർ. അടിയന്തര ശസ്ത്രക്രിയകൾ മുടങ്ങില്ല. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.